മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ നിന്ന് ഇന്നത്തെ സംസാരം തുടങ്ങാം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ശുചീകരണം എന്ന വിഷയം വെച്ചത്. ബുനിയദ്ദീനു അലൻ നവാഫ എന്നാണ് ആ ഹദീസ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ വൃത്തിയെ കുറിച്ച് പറയുന്ന പാഠത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബുനിയദ്ദീനു, ദീനിനെ ഉണ്ടാക്കപ്പെട്ടു, അലൻ നവാഫത്തി, വൃത്തിയുടെ മേൽ എന്നാണ് അതിനർത്ഥം. ദീനിൽ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വൃത്തി. വൃത്തി പല നിലക്കുണ്ട്. ശാരീരികമായ വൃത്തിയുണ്ട്, മാനസികമായ വൃത്തിയുണ്ട്, അകത്തെ വൃത്തിയുണ്ട്, പുറത്തെ വൃത്തിയുണ്ട്. അകം ശുദ്ധിയാക്കാതെ പുറമിനു കണ്ട തണ്ടാസിലേക്കൊരു വഴിയെ നീ ഒരു കണ്ട. താമസത്തിന്റെ പാട്ടാണ്. അല്ലാഹു അദ്ദേഹത്തെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടിട്ടാട്ടെ. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട. തണ്ടാസ് എന്നാണ് കക്കൂസ്. കക്കൂസിലേക്ക് ഒരു വഴിയെ നീ ഒരുക്കണ്ട. അതങ്ങനെയാണ്. അതിന്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല. പുറത്തിങ്ങനെ ടൈൽസ് കണ്ടാല് ബാത്റൂമിൽ ടൈൽസ് എടുക്കാൻ പോകുമ്പോൾ പറയും മുന്തിയത് വാങ്ങിക്കൂടെ. ബാക്കിയുള്ളവർക്ക് ഇപ്പൊ ലേശം താന്നതായാലും കുഴപ്പമില്ല, ബാത്റൂമിൽ മുന്തിയ ടൈൽസ് വേണം. അല്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവും എന്നതിന് കാരണം മുന്തി തന്നെയാണ് കണ്ട്. അപ്പൊ എണ്ണമായി ആക്കരുത് എന്നാണ്. പുറം ശുദ്ധിയായാൽ അകം ശുദ്ധിയാകും. അതൊരു യാഥാർത്ഥ്യമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹുവേ, എന്റെ രൂപത്തെ നീ നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെയും നന്നാക്കണമേ. രൂപം നന്നാക്കിയതുപോലെ സ്വഭാവത്തെയും നന്നാക്കണേ. രൂപം നന്നാകുക പറഞ്ഞാലേ നല്ല തുണിമുപ്പായെടുത്ത ആളാണെങ്കിൽ ആള് കുഴപ്പമുണ്ടാവില്ല. അത് ശരി തന്നെയാണ്. ഒരാളെ ഡ്രസ്സൊക്കെ നോക്കിയാൽ അയാളെ മനസ്സെങ്ങനെയെന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. നല്ല മാന്യമായി വസ്ത്രം ധരിച്ച ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആളൊരു മാന്യനാണ്. മാന്യമുള്ള വസ്ത്രം ധരിക്കുള്ളൂ. അപ്പൊ പുറം നോക്കിയാൽ അകം കുറെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നവാഫത്തിന്റെ വൃത്തിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് അകത്തിന്റെ വൃത്തി, രണ്ട് പുറത്തിന്റെ വൃത്തി. രണ്ടും പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുറം വൃത്തിയായിരിക്കണം. ആദ്യം അത് പറയാം. നല്ല തുണിങ്ങുപ്പായെടുക്കണം. തലയും മുടിയും നഖവും ഒക്കെ നേരാക്കണം, വെട്ടണം, വൃത്തിയാക്കണം. ചെരുപ്പൊക്കെ തേച്ചെടുക്കണം. കാലൊക്കെ നല്ലോണം അരച്ചെടുക്കണം. അതൊക്കെ തന്നെ പറയാനുള്ളത്. ഒരു മനുഷ്യൻ വൃത്തിയുള്ള ആളാണോ അല്ലേ എന്ന് തീരുമാനിക്കോ അവന്റെ ചെരുപ്പുമൊക്കെ നോക്കിയിട്ടാണ്. ചെരുപ്പ് വൃത്തി ഉണ്ടെങ്കിൽ ആള് വൃത്തി ഉണ്ടാവുന്നതാണ്. ഓരോ സ്ഥലത്തിപ്പോ ഓരോ വൃത്തിയാണ്. എല്ലായിടത്തും ഒരേ മാതിരിയല്ല. പള്ളിയും ഹോട്ടലും വൃത്തി ഉണ്ടോ നോക്കുക ബാത്റൂം നോക്കിയിട്ടാണ്. എന്നാൽ വീട് വൃത്തി ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് ബെഡ്റൂം എങ്ങനെയുണ്ട് നോക്കിയിട്ടാണ്. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഓരോ വൃത്തിയാണ്. എല്ലായിടത്തും ഒരേ മാതിരിയല്ല. വീട് വൃത്തി ഉണ്ടാവും തീരുമാനിക്കൽ ബെഡ്റൂം നോക്കിയിട്ടാണ്. നമ്മളെങ്ങനെ ചെയ്യാച്ചാൽ ഉള്ള വേസ്റ്റ് ഒക്കെ ബെഡ്റൂം കൊണ്ടുവരും. പോയി നോക്കിയാൽ ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലിലാണ് എല്ലാ വേസ്റ്റും ഉണ്ടാകും. കട്ടിലിന്റെ തൊട്ട് കുറെ കൂടെ തിരികിട്ടുണ്ടാവും റാക്കിന്റെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ആടിനെ നോക്കാൻ വേണ്ടി പോയ കഥ ഉണ്ടല്ലോ. ഫിറഔനെ ഭയപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് ഓടിപ്പോയി. അങ്ങനെ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ നാട്ടിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാം എത്തിപ്പെട്ടത്. കഥ നിങ്ങൾക്ക് അറിയണോണ്ട് ഞാനത് പറയാതിരിക്കുകയാണ്. ഒരു ദിവസം ഇങ്ങനെ ഓടി കുറെ സ്ഥലത്ത് കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിയപ്പോ അവിടെ ഇങ്ങനെ ദൂരം മരത്തമ്മ കയറി ഇങ്ങനെ നോക്കിയപ്പോ കുറെ ആളുകൾ വന്നിട്ട് ആടുകൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കൊടുക്കുന്നത് കണ്ടു. ആടുകളുടെ പുരുഷന്മാര് ആടുകൾക്ക് വെള്ളം കൊടുക്കൽ കഴിഞ്ഞ് അവർ പോയതിന് ശേഷം രണ്ട് പെൺകുട്ടികൾ വന്ന്
ആണുങ്ങൾ വെള്ളം കൊടുത്തപ്പോ പോയ വെള്ളം ഇങ്ങനെ കുഴികളിലൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ എടുത്തുകൊണ്ട് ഓല ആടിന് കൊടുക്കണ കണ്ടു. അപ്പൊ മൂപ്പര് മരത്തമെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെന്ന് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ എല്ലാരും പോയതിന് ശേഷം പിന്നെ ഇങ്ങനെ ആടുകൾക്ക് വെള്ളം കൊടുക്കണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓരൊക്കെ ആണുങ്ങളാണ്, അവരൊക്കെ നല്ല മുടുക്കുള്ള ആൾക്കാരാണ്. അപ്പൊ ഓല് കിണറിന്റെ മേലെ ഒരു പാറ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഓല് ഈ പാറ മാറ്റി വെച്ചിങ്ങാണ്ട് വെള്ളം മുക്കി കൊടുത്തു. ഞങ്ങൾക്കിപ്പോ അത് മാറ്റാൻ വയ്യാത്തോണ്ട് ഞങ്ങളിങ്ങനെ പോയ വെള്ളം എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ മൂപ്പര് അതിങ്ങനെ തൊടിച്ചു കൊടുത്തു. ആ പാറക്ക് കൊടുത്തൊടിയാറും. അങ്ങനെ ആടുകൾക്ക് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിൽ ചെന്നു. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളായിരുന്നു ഈ രണ്ട് പെൺകുട്ടികൾ. സയ്യിദന ഷുഐബ് നബിയോട് പറഞ്ഞു, നല്ലൊരാളെ കണ്ടെന്ന് കാട്ടുന്ന ഞങ്ങൾ ആടുകളെ നോക്കിയിട്ട് വരുമ്പോ ഒരാളെ കൂലിക്ക് വിളിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഒരാളാണ്, നല്ല ആരോഗ്യമുള്ള മുടുക്കുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു. ഷുഐബ് നബി പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അയാളോടൊന്ന് വരാൻ പറയും, ഞാൻ വിളിക്കുന്നുണ്ട് കാര്യം. അങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട് കാരണം. അപ്പൊ ആരാ വാപ്പാന്ന് ചോദിച്ചു. ഞങ്ങളെ വാപ്പ ഷുഐബ് നബിയാണ്. അത് തിരക്കടിക്കല്ലോ, മൂപ്പര് തന്നെ ഒരിക്കലൊന്നും പോകാൻ കിട്ടണം. അല്ലെങ്കിൽ മരത്തുമ്പോ നേരം വെളുപ്പോടെ ഇരിക്കാൻ പറ്റൂലല്ലോ. അതിങ്ങനെ എന്തെങ്കിലും വൈകിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പഴാ വിളിച്ചത്, എന്നായിക്കോട്ടെ പോവുക. അങ്ങനെ ഓരോപ്പം പോന്നു. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ ഫിറൗനെ പേടിച്ചിട്ട് പോകുന്നതാണ്. മൂപ്പര് പറഞ്ഞു, ആ കുഴപ്പമില്ല, ഇവിടേക്ക് ഏതായാലും ഫിറൗന്റെ ശല്യമൊന്നും വരില്ല, ഞങ്ങളിവിടെ സുഖമായിട്ട് താമസിച്ചോളൂ. എന്റെ പെൺകുട്ടികളുണ്ട് രണ്ടാൾക്കാര്, അവരിൽ നിന്ന് മൂത്ത ആളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചരാ, അവളൊന്ന് കണ്ടോളി പറഞ്ഞു. അങ്ങനെ പെണ്ണുണ്ടോക്കുമ്പോ മൂസാ നബിക്ക് ചെറിയോളെയാണ് ഇഷ്ടപ്പെട്ടത്, രണ്ടാമത്തോളെ. അപ്പൊ പറഞ്ഞു, എനിക്ക് രണ്ടാമത്തോളാണ് ഇഷ്ടപ്പെട്ടത്. അതിന് മുമ്പ് പറഞ്ഞു, ഞാൻ ഇപ്പൊ എങ്ങനെ ഇപ്പൊ മൂത്തോളെ കെട്ടിച്ചാൽ രണ്ടാമത്തോളെ കെട്ടിച്ചേരാ, നിങ്ങൾ രണ്ടും കെട്ടിക്കോളിയാണ്. മൂസാ നബിയുടെ ശരീരത്തിൽ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ കെട്ടിങ്ങാണ്ട് ഏട്ടത്തിനെയും അഞ്ചത്തിനെയും പെണ്ണ് കെട്ടാൻ വേണ്ടി പോകണ്ടായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിലായി ജായിസായിരുന്നു. അങ്ങനെ ഏതായാലും ഏട്ടത്തിനെയും അനിയത്തിനെയും ഒരുമിച്ച് കല്യാണം കഴിച്ചു. മഹർ കൊടുക്കാവൊന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ്, ഞങ്ങൾ കുറച്ചേരം ആടിനെ നോക്കിയാൽ മതി എന്നുള്ള. പെൺകുട്ടികള് ആ സമയത്ത് ആടിനെ നോക്കാൻ പോകണ്ടല്ലോ, അപ്പൊ അത് മഹറായിട്ട് അതിന്റെ കൂലി മഹറാക്കാം, വേറെ ഒന്നും തരുമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ ഇത്രയും കാലങ്ങൾ ആടിനെ നോക്കുമ്പോ ആ കാലത്തുണ്ടായ എല്ലാ പുള്ളിയുള്ള ആടുകുട്ടികളെ നിങ്ങൾക്ക് തരാം, അത് നിങ്ങൾ പോകുമ്പോ കൊണ്ടുപോയി ആയിക്കോട്ടെ. അങ്ങനെ ആടിനെ നോക്കാൻ പോവാണ്. അങ്ങനെ ആടിനെ നോക്കാൻ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ ഇറങ്ങിയപ്പോ ആടിനെ നോക്കാൻ പോകുമ്പോ ഒരു വടിയൊക്കെ വേണ്ടിയില്ലല്ലോ. അപ്പൊ ഷുഐബ് നബി പറഞ്ഞു, എന്നാലും നമ്മളെ അകത്ത് ബെഡ്റൂമിന്റെ മൂലയിൽ ഒരു 5-6 വടി ഇരിക്കുന്നുണ്ട്, അതിന് പോയിട്ട് ഒരു വടി എടുത്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അതിന് മൂസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ പോയിങ്ങാണ്ട് മൂലൊക്കെ കുറെ വടി ഉണ്ടായിരുന്നു, അതിന് ഒരു വടി എടുത്തുകൊണ്ട് കൊടുത്തിട്ട് വാപ്പ അദ്ദേഹം കൊണ്ടോട്ടെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഷുഐബ് നബി പറഞ്ഞു, മോനെ അത് കൊണ്ടോണ്ട, വേറൊരു വടി എടുത്തു. അപ്പൊ എന്നെ അതവിടെ കൊണ്ടുവച്ചിട്ട് മൂപ്പര് വേറൊരു വടി എടുത്തുങ്ങാണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് വാപ്പാടി ചോദിച്ചു, എന്നാ അപ്പൊ ഞാൻ ഈ വടി കൊണ്ടോട്ടെ ചോദിച്ചു. നോക്കുമ്പോ അത് നാളത്തെ കൊടുന്ന വടി തന്നെയാണ്. അതില് പറഞ്ഞു, നിങ്ങൾ ആ വടി കൊണ്ടോണ്ട, വേറൊരു വടി എടുത്തോളിയായിരുന്നു. അതിലിങ്ങനെ സത്യമായിട്ടു അതിങ്ങനെ കൊണ്ടുവച്ച് വേറൊരു വടി എടുത്ത് കൊടുത്തിട്ട് വാപ്പാടി ചോദിച്ചു, എന്നാ വാപ്പ ഈ വടി കൊണ്ടോട്ടെ ചോദിച്ചു. നോക്കുമ്പോ നാളത്തെ കൊടുന്ന വടി തന്നെയാണ്. എന്നാ നിങ്ങളെ വടി എടുത്തോളിയായിരുന്നു. അങ്ങനെയാണ് ആ വടി കിട്ടിയത്. ഏത് വടി? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി. മുൻകാല അമ്പിയാക്കളിൽ നിന്ന് അനന്തരമായി ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൽ വന്നൊരു വടിയായിരുന്നു അത്. അങ്ങനെ ആ വടി എടുത്തു. ആ വടി എടുത്തിട്ട് ഇങ്ങനെ ആടുകളായിട്ട് ഇങ്ങനെ പോവുക. എന്നിങ്ങനെ ആടുകളായിട്ട് രാവിലെ ഇങ്ങനെ പോകും. അപ്പോ വഴിയിന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു. വിവരങ്ങളൊക്കെ ചോദിച്ചു, എന്താ മട്ടം സുഖം തന്നെയല്ലേ, എവിടെയൊക്കെ പാർക്കണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഷുഐബ് നബിയുടെ വിലയിലാണ് എന്നുള്ള വിവരമൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ഏർപ്പാട് ചോദിച്ചപ്പോ ആടിനെ നോക്കലാണ് പറഞ്ഞു. ആടിനെ നോക്കിയാൽ എന്താ കിട്ടുക ചോദിച്ചു. ആടിനെ നോക്കിയാല് ഇവിടുന്നാട്ട് ഉണ്ടാവുന്ന എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു. എന്നാ ഞാൻ ഒരു പണി പറഞ്ഞുതരാം, ഞാനൊരു തോട്ടം ഒരു സ്ഥലം കാണിച്ചു തരാം, അവിടുന്ന് ഇല ചാടിച്ചു കൊടുത്താൽ മതി ആടെടുത്ത്. എന്നാൽ ഇവിടുന്നാട്ടുള്ളതൊക്കെ പുള്ളിയുള്ള ആടും കുട്ടികളെ ഇപ്പോഴും പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ. എന്ന് രാവിലെ പോകുമ്പോ ആ തോട്ടത്തിൽ ആടുകളെ കൊണ്ടുപോകും, അവിടെ ഇങ്ങനെ ഇലകൾ ചാടിച്ചു കൊടുക്കും. അങ്ങനെ ആടുകളത് തിന്നും. അങ്ങനെ പള്ളാതെ പിന്നെ കുറച്ചൊക്കെ പോയി ഒന്ന് കറങ്ങിട്ട് ഇങ്ങനെ വൈകുന്നേരം മടങ്ങി വരും. അപ്പോഴും കുറച്ച് ഇല അടിച്ചു കൊടുക്കും. അങ്ങനെ പിന്നെ അവിടെ നിന്നോട്ട് ഉണ്ടായ കുട്ടികളൊക്കെ കൂടുതൽ ആടും കുട്ടികളെ. ഒരു ദിവസം അമ്മോശാക്ക് പറഞ്ഞു ഷുഐബ് നബി അലൈഹി ഇസ്ലാം, മോനെ വാപ്പാന്റെ കുട്ടിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുള്ളിയില്ലാത്ത ആടും കുട്ടികളെ ഇട്ടാട്ടോ. നന്നായിക്കോട്ടെ. ഇത് എന്നാ അങ്ങനെ ആക്കാറ്.
അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആടിനെ നോക്കാൻ വേണ്ടി പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വീണ്ടും കണ്ടു. എന്തൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചു. സുഖം തന്നെയല്ലേ, റാഹത്തല്ലേ എന്നൊക്കെ ചോദിച്ച് ആടുകളൊക്കെ പോകാനുണ്ടോ ചോദിച്ചു. ഒരുപാടുണ്ട്. തീരുമാനം എന്തെങ്കിലും മാറിയിട്ടുണ്ടോ ചോദിച്ചു. ആ തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. എന്താ മാറ്റം എന്ന് ചോദിച്ചു. ഇവിടെ നാട്ടിലുള്ള പുള്ളിയില്ലാത്ത ആടുകുട്ടികളെ ഇക്കാരം ഞങ്ങൾക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ വേറെ തോട്ടം കാണിച്ചു തരാം. അങ്ങനെ വേറൊരു തോട്ടം കാണിച്ചു കൊടുത്തു. ഇതിന്ന് ഇല അടിച്ചു കൊടുത്താൽ മതി. പറഞ്ഞ മാതിരി ചെയ്തു, ഇലയൊക്കെ ചാടിച്ചു. പിന്നെ അവിടെ നിന്നാണ്ട് പുള്ളിയില്ലാത്ത ആടുകുട്ടികളായി കഥ. അങ്ങനെ കഥ നീണ്ടുപോവുകയാണ്. നമ്മളെ പോയിന്റ് കഴിഞ്ഞു. നമ്മളെ പോയിന്റ് അവിടെയാണല്ലേ. ഇവിടെ പുള്ളിയുള്ള ആടുകുട്ടികളും പുള്ളിയില്ലാത്ത ആടുകുട്ടികളും അവിടെയാണല്ലേ. കഥ പിന്നെന്താ വെച്ചാല് ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ കാലം പൂർത്തിയായി. മഹാനവറുകള് നാട്ടിലേക്ക് പോണ സമയത്ത് വഴിയിൽ വെച്ച് തൂരി സീനാ പർവ്വതത്തിലേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് നുബുവത്ത് കിട്ടുകയാണ്. പിന്നെ ഫിറഔന്റെ അടുത്തേക്ക് ദീൻ പറയാൻ വേണ്ടി പോവുകയാണ്. കഥ അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പൊ ഈ പുള്ളി ഉള്ള ആടുകുട്ടികളും പുള്ളി ഇല്ലാത്ത ആടുകുട്ടികളും എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ്. ഇത് നമ്മളെ തഫ്സീറുകളിലും കണ്ട്, സ്വാഭിയിലുണ്ട്. ഇതേ കഥ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പുള്ളിയുള്ള ആടുകുട്ടികളായത് എങ്ങനെയാ വെച്ചാല് ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്ത തോട്ടം പുള്ളിയുള്ള മരങ്ങളും ഇലകളുമുള്ള ഒരു തോട്ടായിരുന്നു. അപ്പൊ അതിന് ഇല ചാടിച്ചു കൊടുത്താല് അത് തിന്നിട്ട് പള്ള നിറയും. വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണ ചേരും. ഇണ ചേരുമ്പോ ഈ പുള്ളിയുള്ള ഇലകളിലേക്കും തണ്ടുകളിലേക്കും കമ്പുകളിലേക്കും മരങ്ങളിലേക്കും ഒക്കെ നോക്കുന്നു എന്നതാണ് കുട്ടികൾ പുള്ളിയുള്ളതായിരുന്നതിന്റെ ഒരു കാരണം. രണ്ടാമത് കാണിച്ചു കൊടുത്തത് പുള്ളില്ലാത്ത മരം ഇലയുള്ള തോട്ടയായിരുന്നു. അതുകൊണ്ട് അവിടെ അങ്ങനെയാണ്. ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാല് ഇല്ല വേസ്റ്റ് ഒക്കെ കൂടി ബെഡ്റൂം കൊണ്ടുവച്ചാല് കുട്ടികളൊക്കെ വേസ്റ്റ് ആവും. പറയാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ ഒരു വീടിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധിയോടെ കൂടെ കാക്കേണ്ട റൂം ബെഡ്റൂമാണ്. നല്ല വിരിപ്പ്, നല്ല പൈന്റ്, നല്ല അടച്ചോർക്ക്, നല്ല സ്മെല്ല്, നല്ല വാസന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബെഡ്റൂമിൽ ഉണ്ടായിരിക്കണം. ബാത്ത എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി താമസിച്ചു എന്നാണ്. വൈകിട്ട് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാനുള്ള സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. ഉറങ്ങുന്നത് വേസ്റ്റിന്റെ ഇടയിലായ പിന്നെ വീടിന് എന്താ അർത്ഥമുള്ളത്? വൈത്ത് എന്നാണ് അറബിയിൽ വീടിന് പറയുന്നത്. വൈത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം രാത്രി ഉറങ്ങുന്ന സ്ഥലം എന്നാണ്. അപ്പൊ ഉറങ്ങുന്ന സ്ഥലം ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മളൊക്കെ നാട്ടിലെ പെരകൾ നോക്കിയാൽ, എന്റെ വരാണെങ്കിലും നിങ്ങളെ വരാണെങ്കിലും നമ്മുടെ നാട്ടിലെ പെരയൊക്കെ ആണെങ്കിൽ പുറത്ത് നല്ല ചൊറുക്കുണ്ടാവും. എന്നാൽ അറബികളൊക്കെ പെര നോക്കിയാല് പുറത്തു വല്ല ഗവൺമെന്റ് ഓഫീസ് പോയിട്ട് മഞ്ഞ പെയിന്റ് അടിച്ചൊരു കൂടാറുണ്ടാവും. ഉള്ളിൽ ചെന്നാൽ നല്ല സൗകര്യക്കാരാണ്. അങ്ങനെ നമ്മളതിന്റെ ഉള്ളില് സൗകര്യം വളരെ കുറവും. പുറത്ത് ഇങ്ങനെ ആൾക്കാർ കാണുന്നിടത്ത് ഇങ്ങനെ ടൈൽസ് ഒക്കെ ഒട്ടിച്ചിട്ട് മാർബിളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ചുമരുമ്പോ അങ്ങനെ കേൾക്കാറ്. ഉള്ളിൽ ശരിക്കും വേണ്ട എന്താണ്? ബെഡ്റൂമാണ് ഏറ്റവും കൂടുതൽ വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത്. നല്ല ടൈൽസ് ബെഡ്റൂമിൽ ഉണ്ടാകണം, നല്ല വിരിപ്പ് ബെഡ്റൂമിൽ ഉണ്ടാകണം, നല്ല കട്ടില് ബെഡ്റൂമിൽ ഇടണം. അപ്പൊ വീടിന്റെ വൃത്തിയെ നോക്കുന്നത് ബെഡ്റൂമിന്റെ വൃത്തി നോക്കിയിട്ടാണ്. ഹോട്ടലിന്റെ വൃത്തി നോക്കാൻ ബാത്റൂം എത്രാണ്ട് വൃത്തിയുണ്ട് നോക്കാൻ. പള്ളിന്റെ നമ്മൾ തന്നെയാണ്. വക്കുമ്പോടുന്ന് പള്ളി പരിശോധിക്കാൻ ആള് വന്നാൽ ആദ്യം ബാത്റൂമൊക്കെ പോവുക. അവിടെ പൈന്റിന്റെ കീടുന്ന ഡഫെ വെച്ച് കഴിച്ചാല് സംഗതി മനസ്സിലാവും. നോട്ടക്കാർ വളരെ മോശമാണ്. വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയാൽ കിട്ടുമല്ലോ. ഇപ്പോ പള്ളിക്കത്തെ പിന്നെ ബാത്റൂമിൽ ഒരു കോപ്പ വാങ്ങിക്കാനുള്ള പൈസയൊക്കെ അതും കൂടി കാട്ടാനുള്ള മടിയുള്ള ആൾക്കാരാണ് ഭരണകർത്താക്കൾ എന്ന് വേഗത്തിൽ മനസ്സിലാവുന്നതാണ്. പള്ളിന്റെ തമ്മിൽ തന്നെ ബാത്റൂം നോക്കിയിട്ടാണ് തീരുമാനിക്കുക. നല്ലതുമായി പെരുമാറിയാൽ നല്ല സ്വഭാവം ഉണ്ടാവും. മോശമായ ഒരു വസ്തുവുമായി നമ്മൾ പെരുമാറാൻ പാടില്ല. മനുഷ്യൻ പെരുമാറുന്നതിന്റെ ഗുണം അവനുണ്ടാവുന്നതാണ്. ഓട്ടോറിക്ഷയിൽ വരുന്ന ആളും ഇന്നോവയിൽ വരുന്ന ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതാണ് നമ്മൾ കല്യാണ നിശ്ചയത്തിനൊക്കെ പോകുമ്പോൾ ആടവാച്ച് കെട്ടിയ ആൾക്കാർ തന്നെ തെരഞ്ഞെടുപ്പിച്ച് കൊണ്ടുപോകല്ലോ. മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഒരു നിലവാരം അവനുണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് നിലവാരം കുറഞ്ഞ സാധനം ഉപയോഗിക്കാൻ പാടില്ല. യാത്ര പോവുകയാണെങ്കിൽ ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു സംഗതിയാണ്. വലിയ നല്ല സൗകര്യമുള്ള ഹോട്ടലിനൊക്കെ തട്ടുകടാന്ന് പേരിട്ടൊക്കെ ചില ആൾക്കാർ. ഒരു സാധനത്തിന്റെ പേര് നോക്കിയാല് അത് തട്ടുകൂട്ട് പരിപാടിയാണെന്ന് കിട്ടുമല്ലോ. വലിയ ഹോട്ടലിന് തട്ടുകടാന്ന് എന്തിനാ പേരിടേണ്ട ആവശ്യം? അതിന്റെ യാതൊരു ആവശ്യമില്ല.
ഇത് നല്ലൊരു ചൊരുക്കുള്ള, ഇതിനെന്തൊക്കെ സൗകര്യം ഉണ്ടാകുക എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള നല്ലൊരു പേരിട്ട് അത് നന്നു. അത് നമ്മളാകാത്ത പേരുണ്ടായിട്ട് തട്ടുകടാന്ന് ശരിക്കും റോഡ് സൈഡിൽ ഉണ്ടാകേണ്ട ചെറിയ ചായപ്പിനിടേണ്ട പേരാണ്. അത് എല്ലാ സൗകര്യമുള്ള ഹോട്ടലിലിടാം. അപ്പൊ എന്താ പറഞ്ഞാൽ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വേറെ ഹോട്ടലില്ലാത്തതുകൊണ്ട് തട്ടുകടയെന്ന് വരെ ചായയും കടിയും കുടിച്ചാണെങ്കിൽ തരക്കിടൊന്നുമില്ല. അല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ കയറിയിട്ട് തന്നെ കുടിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ എന്തുമായെല്ലാം പെരുമാറുന്നുവോ, എന്തെല്ലാം സഹകരിക്കുന്നുവോ അതിന്റെ സ്വഭാവങ്ങളാണ് നമുക്ക് ഉണ്ടാകുക. കരിങ്കല്ലിന്റെ തറയിട്ട വീട്ടിൽ താമസിക്കുന്നവന്റെ സ്വഭാവവും വെട്ടുകല്ല് കൊണ്ട് തറയുണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്നവന്റെ സ്വഭാവവും വ്യത്യാസം ഉണ്ടാവും. മനുഷ്യൻ അവന് പെരുമാറുന്ന വസ്തുക്കളുടെ സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പൊ വൃത്തി, ശരീരം വൃത്തിയായി സൂക്ഷിക്കണം, വസ്ത്രം വൃത്തിയായി സൂക്ഷിക്കണം, പെരുമാറുന്ന എല്ലാ വസ്തുക്കളും വൃത്തിയായി സൂക്ഷിക്കണം. നവാഫത്ത് ദീനിനെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് നവാഫത്തിന്റെ മേലിലാണ്. ബുനിയൽ ദീനു അല നവാഫ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിനെ ഉണ്ടാക്കപ്പെട്ടത് വൃത്തിയുടെ മേലിലാണെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. 4 പ്രധാനപ്പെട്ട വൃത്തികളാണുള്ളത്. 4 വൃത്തി. 1, മ്ലേച്ഛമായ വസ്തുക്കളിൽ നിന്ന് ശരീരം വൃത്തിയായിരിക്കുക എന്നതാണ് ഒന്നാമത്തേത്. അതിന് 2 ഭാഗങ്ങളുണ്ട്. ശരീരം വൃത്തിയാകുക എന്നുള്ളതിന് 1 നജസിൽ നിന്ന് വൃത്തിയാവുക, 2 മോശം വസ്തുക്കളിൽ നിന്ന് വൃത്തിയാവുക. നജസിൽ നിന്ന് വൃത്തിയാകുന്നതിന് ത്വഹാറത്ത് എന്നാണ് പറയാ. മോശമായ സാധനങ്ങളിൽ നിന്ന് വൃത്തിയാക്കുന്നതിന് നവാഫത്ത് എന്നാണ് പറയാ. ത്വഹാറത്തും നവാഫത്തും വ്യത്യാസമുണ്ട്. ത്വഹാറത്ത് എന്ന് പറഞ്ഞാല് ശുദ്ധി, നവാഫത്ത് എന്ന് പറഞ്ഞാല് വൃത്തി. ശുദ്ധി ആയതുകൊണ്ട് വൃത്തിയായിക്കൊള്ളണമെന്നില്ല, വൃത്തി ആയതുകൊണ്ട് ശുദ്ധിയായിക്കൊള്ളണമെന്നില്ല. കയ്യമ്മ കത്തിയട്ടിയിട്ട് ചോരായി. അപ്പൊ അവിടെ ഞാൻ കട്ടൻ ചായ എടുക്കലുണ്ട്. കട്ടൻ ചായ കൊണ്ട് കഴുകിയാൽ വൃത്തിയാവും, ശുദ്ധിയാവില്ല. വൃത്തിയായതുകൊണ്ട് ശുദ്ധിയായിക്കൊള്ളണമെന്നില്ല. മൂത്രമൊഴിച്ചപ്പോ തേങ്ങന്റെ വെള്ളം അവിടെ ഇരിക്കണം, എന്നാൽ അതുകൊണ്ടാണ് ഒഴിച്ചു, എന്നാലും വൃത്തിയാവും, പക്ഷെ ശുദ്ധിയാവില്ല. ശുദ്ധിയായതുകൊണ്ട് വൃത്തിയായിക്കൊള്ളണമെന്നില്ല, ശുദ്ധിയായതുകൊണ്ട് വൃത്തിയാവില്ല. അപ്പൊ നമ്മൾ തുണിയിൽ ചോരയായി, ചോര നമ്മൾ നല്ല വെള്ളം കൊണ്ട് കഴുകി നല്ല സോപ്പൊക്കെ ഇട്ട് അരതി കഴുകി വെക്കുമ്പോ ഒരു ചോന്ന കളറുണ്ട് കാണാൻ. നിറം മാത്രം ബാക്കിയായതുകൊണ്ട് നജശുദ്ധിയാവാതിരിക്കൂല, കളറ് ബാക്കിയായിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, സാധനം ശുദ്ധിയാവും, പക്ഷെ വൃത്തിയാവില്ല. വൃത്തിയാണെങ്കിൽ എന്താണ്? വൃത്തിയാണെങ്കിൽ കറകണ സാധനം ഇട്ടുകൊണ്ട് ആ കറി കൂടി കളയണം, അപ്പോഴേ വൃത്തിയാവുള്ളൂ തന്നെ. അപ്പൊ ശുദ്ധി വേറെയാണ്, വൃത്തി വേറെയാണ്. ശരീരം ശുദ്ധിയുമായിരിക്കണം, ശരീരം വൃത്തിയുമായിരിക്കണം, രണ്ടുമാണ്. സിഹത്തിന് സ്വഹിയാവാൻ ശുദ്ധിയായാൽ മതി, നിസ്കാരം സ്വഹിയാവാൻ ശരീരം ശുദ്ധിയായാൽ മതി, വൃത്തിയാവണമെന്നില്ല. എന്നാൽ വൃത്തിയാവൽ വേറെ തന്നെയാണ്. അത്തഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി ഈമാന്റെ പകുതിയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അന്നവാവത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൽ പെട്ടതുമാകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ശുദ്ധിയും വേണം, വൃത്തിയും വേണം, രണ്ടും വേണം. അപ്പൊ ശരീരം ശുദ്ധിയാവുക അല്ലെങ്കിൽ ശരീരം വൃത്തിയാവുക, ഇതാണ് ഒന്നാമത്തെ ശുദ്ധിയും ഒന്നാമത്തെ വൃത്തിയും. റമദാൻ മാസത്തിലെ ഉച്ചന്റെ ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. എന്നാൽ എല്ലാ സമയത്തും കറാഹത്തൊന്നുമല്ല. ഉറങ്ങി നീച്ചാൽ കറാഹത്തൊന്നുമില്ല. ഉറങ്ങി നീച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവന് പല്ല് തേക്കൽ സുന്നത്താണെന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് അപ്പോഴുണ്ട്. പക്ഷെ റമദാൻ മാസമൊക്കെ ആവുമ്പോ നമ്മൾ പല്ല് തേക്കുമ്പോ ഒരു ഒളിമറയൊക്കെ വേണം, പരസ്യമായിട്ട് തേക്കരുത് മാത്രം. ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ജനങ്ങൾക്ക് നോൽബിരിയാനാവുമെന്ന് തോന്നുന്ന കാര്യമൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അത് സ്വകാര്യത്തില് ഒരാൾ പല്ല് ചുന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ഉറങ്ങി നീച്ചാൽ ആ നാർന്ന തൊള്ളയൊക്കെ ആൾക്കാരുടെ കൂർമ്മ വേണ്ട, അങ്ങനെ ഒരു പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ ചാരം എന്താ വെച്ചാൽ ഉറങ്ങിച്ചാലും പറ്റൂല എന്നാണ്. അങ്ങനെയില്ല, ഒരു കാരണമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആള് ഉച്ചന്റെ ശേഷം പല്ല് തേക്കാൻ പാടില്ല, കറാഹത്താണ്. അതേ സമയത്ത് കുറെ ആളുകളോട് സംസാരിക്കാനുള്ളതാണ്, മദ്യം പറയാൻ പോവുകയാണ്,
ആ പല്ലേക്കാം. അല്ലെങ്കിൽ കുറെ ആളുകളോട് സംസാരിച്ചിട്ട് വായ പതർച്ചയായിട്ടുണ്ട്, എന്നാൽ പല്ലേക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ പല്ലേക്കൽ കറാഹത്താണെന്നുള്ളത് ഒരു കാരണവുമില്ലെങ്കിൽ എന്നാണ്. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പല്ലേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ശരീരം ശുദ്ധിയുമായിരിക്കണം, ശരീരം വൃത്തിയുമായിരിക്കണം. വൃത്തിക്ക് വലിയ സ്ഥാനമുണ്ട്, വൃത്തിക്ക് വലിയ സ്ഥാനമുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് തലമുടി വാർന്നിട്ടതിന് ശേഷം തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് രീതി അതാണ്. കുളിച്ച് എണ്ണ തേച്ച് മുടി ചീകിയിട്ടതിന് ശേഷം തൊപ്പി ധരിച്ച് അതിന്റെ മുകളിൽ തലപ്പാവ് ധരിക്കും. എല്ലാവർക്കും ഓരോ തൊപ്പി വേണം. അടുത്ത പ്രാവശ്യം അമ്പലത്തേക്ക് ഒന്ന് വാങ്ങിക്കോളി ഓരോ തൊപ്പി. ഓരോന്നുള്ളവര് 2 കൂടി വാങ്ങിയിട്ട് 3 തൊപ്പിയാക്കണം. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നബി തങ്ങൾക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഒരേമായിരുന്നതല്ല, 3 സൈസിലായിരുന്നു. കെട്ടിന്റെ ശ്രദ്ധതയുണ്ട് തൊപ്പിയിലെന്ന് ബിറിയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. തലകെട്ടിന്റെ ശ്രദ്ധത തൊപ്പിക്കുണ്ടെന്ന് ബിറിയയിലുണ്ട്. കെട്ടിന്റെ ശ്രദ്ധതയുണ്ട് തൊപ്പിയിലെന്ന് ബിറിയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ അയ്യോ മുസ്ലിം വേഷമിൽ സംതൃപ്തിത, അനുകരണവും അതിനോട് തന്നൊപ്പിച്ചുതാ. അപ്പൊ എല്ലാവർക്കും ഓരോ തൊപ്പി വേണം, എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വേണം. എന്നുണ്ടാണ്ട ഓരോന്ന് ഉണ്ടായാൽ മതി. എന്റെ കാരണം ഇൽബസൂ മിൻ സിയാബികുമുൽ ബയാദ വകഫിനൂ ഫിഹാ മൗതാകും ഹബീബുനാ റസൂലുള്ളാഹി. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഈ കൽപ്പന അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ വെള്ളക്കുപ്പായം എല്ലാവർക്കും വേണം. എന്നുകൊണ്ട വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴാ, മരിച്ചോടത്ത് പോകുമ്പോഴാ ഒരു തൊപ്പി എല്ലാവർക്കും വേണം, അരയിൽ വെക്കുക. അല്ലെങ്കിൽ ടവലായാലും മതി തൊപ്പിന്റെ സ്ഥാനത്ത്. ഒരു ടവൽ എല്ലാവർക്കും വേണം, അരയിൽ വെക്കുക. മരിച്ചോടത്ത് യാസീൻ ഓതുമ്പോൾ എടുത്ത് തലയിലിട്ട. മരിച്ചോടത്ത് യാസീൻ ഓതുമ്പോ അങ്ങനെ എല്ലാവരും തല മറക്കുമ്പോ നമ്മളെടുത്തൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തലയിടാം. പോക്കറ്റിൽ ആദ്യം ഉണ്ടെങ്കിലല്ലേ എടുത്തിടാൻ പറ്റുള്ളൂ. അപ്പൊ പോക്കറ്റിലൊന്നും വേണമല്ല. ജീവിതം റമദാൻ മാസം കൊണ്ട് മാറണല്ല നിൽക്കും. എന്നാലേ റമദാൻ മാസം ആകുമ്പോ നമുക്ക് ജീവിതം മാറണം. ആയിക്കോട്ടെ, റമദാൻ മാസം കൊണ്ട് ജീവിതത്തിന് മാറ്റം വേണം എന്തെങ്കിലുമൊക്കെ. അപ്പൊ കഴിഞ്ഞ തന്നെ കൊല്ലത്തെ റമദാനായാലും വലിയ മെച്ചൊന്നുമില്ല. കഴിഞ്ഞ റമദാൻ ആദ്യത്തിൽ വന്നുകൊണ്ട് ആ മുസാഫൊക്കെ എടുത്ത് വെച്ചാൽ ഓതി 4 പേജ്. ഇക്കൊല്ലം റമദാൻ വന്നപ്പോ മുസാഫൊക്കെ എടുത്താൽ തുടങ്ങി 4 പേജ്. അതിന്റെ അപ്പുറത്ത് ഇക്കൊല്ലം നീങ്ങിയില്ലെങ്കിൽ ഒരു കൊല്ലം നമ്മളിവിടെ ഏറെ ജീവിച്ചതിന് എന്ത് കാര്യമുണ്ട്? ആയുസ് നമ്മൾ ദീർഘായുസ് തുറക്കുമല്ലോ. പക്ഷെ നമുക്കൊക്കെ ദീർഘായുസ് ആയിട്ട് സംഗതി വണ്ടിന്റെ ഒട്ട് വെട്ടാല് ഷഹീദിന്റെ കൂലി കിട്ടും, വെള്ളത്തിൽ കൂടെ വലിച്ചു പോയാല് ഷഹീദിന്റെ കൂലി കിട്ടും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് വരയ്ക്കണത്. പഠിച്ചോനെ ദീർഘായുസ് തരണേ. എന്താ കൊണ്ടുള്ള കാര്യം? ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ നിന്നാല് ഒരു കൊല്ലത്തെ ഈമാനും തഖ്വയും കൂട്ടണം. അതിനാണ് ഒരു കൊല്ലം ഏറെ നിൽക്കണത്. 60 വയസ്സുള്ള ആൾക്കും 61 വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ. 61 വയസ്സുള്ള ആൾക്ക് ഒരു കൊല്ലത്തെ ഈമാനും തഖ്വയും കൂടുതൽ ഉണ്ടെങ്കിൽ
ഒരു റമദാനും മുതലായി, ഒരു റബീഉൽ അവ്വലും മുതലായി, ഒരു ബറാത്തും മുതലായി, ഒരു മുഹറവും ഒരു മിഅ്റാജും ഒക്കെ മുതലായി. അതല്ല 60 വയസ്സിൽ അങ്ങനെ തന്നെയാണ്. 63 ലേശം കുറഞ്ഞിക്കുകയാണെങ്കിലോ വെറുതെ ഒരു കൊല്ലം ഇവിടുത്തെ ചോറ് തിന്നാണ്ട് ഒരു കാര്യം അതുകൊണ്ട് ഇല്ലാതായി എന്നാണ്.